നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു ധ്രുവീകരണത്തിന് വഴിയൊരുങ്ങുകയാണ്. പിണറായി സർക്കാരിനുള്ളിലെ ഘടകകക്ഷികൾക്കിടയിലുള്ള അതൃപ്തി മുതലെടുത്ത് മുന്നണി വിപുലീകരിക്കാൻ UDF നേതൃത്വം ഔദ്യോഗികമായി തന്നെ ചർച്ചകൾക്ക് തുടക്കമിട്ടു. മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയമായ ഭരണശൈലിയും PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും CPIയെയും മറ്റ് ഇടത് അനുകൂല കക്ഷികളെയും മുന്നണിയിൽ അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. ഇടതുമുന്നണിയിൽ തുടരുന്നത് തങ്ങളുടെ രാഷ്ട്രീയ അസ്തിത്വത്തിന് ഭീഷണിയാകുമെന്ന് CPIയിലെ ഒരു വിഭാഗം ഗൗരവമായി വിശ്വസിക്കുന്നുണ്ട്. CPMൽ നിന്ന് രാജിവെച്ച് വരുന്ന അണികൾക്ക് ഒരു അഭയസ്ഥാനം എന്ന നിലയിലായിരുന്നു ഇതുവരെ CPI പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ CPI തന്നെ മുന്നണി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് CPMന്റെ അടിത്തറ തകർക്കുമെന്ന് ഉറപ്പാണ്. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശ് വ്യക്തമായ ഒരു വാഗ്ദാനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഏതു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി CPIയെ UDF സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചത്. ഭരണത്തിൽ നിർണായകമായ വകുപ്പുകളും മാന്യമായ രാഷ്ട്രീയ പരിഗണനയും ഉറപ്പു നൽകിക്കൊണ്ട് CPIയെ അടർത്തിയെടുക്കാനാണ് UDF നീക്കം. ചില പ്രത്യേക മണ്ഡലങ്ങളിൽ CPIക്ക് കൃത്യമായ വോട്ട് വിഹിതമുണ്ട്. ഇടതുമുന്നണി വിട്ട് ഈ വോട്ടുകൾ UDF ചേരിയിലേക്ക് വന്നാൽ മിക്ക LDF കോട്ടകളും തകരും. MV ഗോവിന്ദൻ മാസ്റ്റർ CPI നേതാക്കളുമായി തിരക്കിട്ട് ചർച്ചകൾ നടത്തുന്നത് ഈ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. മറ്റൊരു പ്രധാന ഘടകം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ നിലപാടാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ജോസ് കെ മാണിക്ക് മധ്യ കേരളത്തിൽ മുൻപുണ്ടായിരുന്ന അപ്രമാദിത്വം നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് വസ്തുതയാണ്. മത്സരിച്ച 9,000-ഓളം സീറ്റുകളിൽ വെറും 247 സീറ്റുകളിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാനായത്. LDFനൊപ്പം നിൽക്കുന്നത് ക്രിസ്ത്യൻ ബെൽറ്റിൽ അവർക്ക് തിരിച്ചടി ഉണ്ടാകുന്നുണ്ടെന്ന വിലയിരുത്തൽ ജോസ് കെ മാണി വിഭാഗത്തിനുണ്ട്. ജോസഫ് വിഭാഗം ശക്തമായി എതിർക്കുന്നുണ്ടെങ്കിലും ജോസ് കെ മാണിയെ തിരികെ എത്തിച്ചാൽ UDFന് പഴയ കരുത്ത് വീണ്ടെടുക്കാം എന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം കരുതുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കാട്ടിയ പുതിയ ആവേശം ഇടതുപക്ഷത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ സഖ്യകക്ഷികൾക്കായി വിട്ടുകൊടുക്കുന്ന സീറ്റുകൾ പോലും ഇത്തവണ കോൺഗ്രസ് നേരിട്ടേറ്റെടുത്തു. 7,800-ലധികം സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് CPMനേക്കാൾ വലിയ കക്ഷിയായി സ്വയം മാറുകയായിരുന്നു. 2011-ൽ ഉമ്മൻചാണ്ടി സർക്കാരിനെ അധികാരത്തിലേറ്റതിന് സമാനമായ ഒരു അന്തരീക്ഷമാണ് നിലവിലുള്ളതെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. ശബരിമല വിഷയവും നിലവിലെ ഭരണവിരുദ്ധ വികാരവും തങ്ങൾക്ക് അനുകൂലമാകുമെന്നും 80 സീറ്റുകൾ വരെ നേടാമെന്നുമാണ് UDFന്റെ ആത്മവിശ്വാസം. ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്കിലും വലിയ വിള്ളലുകൾ വീണിട്ടുണ്ട്. പലയിടങ്ങളിലും BJPയെ തടയാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് അണികൾ കൂട്ടത്തോടെ കോൺഗ്രസിന് വോട്ട് ചെയ്ത സാഹചര്യം VD സതീശൻ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മൂല്യബോധമുള്ള കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസിനെ പിന്തുണച്ചത് സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധമായാണ്. ഈ വോട്ടുകൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംരക്ഷിക്കുക എന്നത് കോൺഗ്രസിന് വലിയ വെല്ലുവിളിയാണ്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലുള്ള യുവ നേതാക്കൾക്കെതിരെ CPM നടത്തുന്ന വ്യക്തിപരമായ ആക്രമണങ്ങൾ തിരിച്ചടിയാകുന്നുമുണ്ട്. പൊതിച്ചോറ് വിവാദം മുതൽ മുഖ്യമന്ത്രിയെ വിമർശിച്ചതിന്റെ പേരിലുള്ള സൈബർ ആക്രമണങ്ങൾ വരെ വോട്ടർമാരെ അതൃപ്തരാക്കിയിട്ടുണ്ട്. വികസന രാഷ്ട്രീയത്തിന് പകരം ഇത്തരം വൈകാരിക വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് യുവാക്കളെ ഇടതുപക്ഷത്തിൽ നിന്ന് അകറ്റുകയാണ്. 2027-ൽ LDF 3.0 എന്ന ലക്ഷ്യം CPMന് വലിയ കടമ്പയായി മാറും. SNDP പോലുള്ള സംഘടനകളുടെ വോട്ടുകൾ തങ്ങളുടെ പോക്കറ്റിലാണെന്ന വിശ്വാസം കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടെ തകർന്നിരിക്കുകയാണ്. വ്യക്തിപരമായ താല്പര്യങ്ങൾക്കായി സംഘടനകളെ ഉപയോഗിക്കുന്ന രീതി ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നതിന് തെളിവാണ് പലയിടങ്ങളിലുണ്ടായ തിരിച്ചടികൾ. ചുരുക്കത്തിൽ മുന്നണിയിലെ ചെറുകിട പാർട്ടികളെ അവഗണിക്കുന്നതും ഏകപക്ഷീയമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നതും ഇടതുമുന്നണിയുടെ അടിത്തറ ഇളക്കിയിരിക്കുകയാണ്.